ആഗോള അയ്യപ്പ സംഗമത്തിന്റെ കണക്ക് ചോദിച്ചു കോടതി. വരവ് ചെലവ് കണക്കിൽ പൊരുത്തക്കേടെന്ന് വിമർശനം. ദേവസ്വം ബോർഡ് 10 ദിവസത്തിനുള്ളിൽ മറുപടി നൽകണം. സർക്കാർ നിയമസഭയിൽ നൽകിയത് അവ്യക്തമായ മറുപടി. എത്ര രൂപ ചെലവഴിച്ചു എന്നതിൽ വിശദീകരണമില്ല. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കടുപ്പിച്ച് സുപ്രീം കോടതി. കൊടിമരത്തിലെ സ്വർണവും മോഷ്ടിച്ചില്ലേ എന്ന ചോദ്യം. എസ് ജയശ്രീ SITക്ക് മുന്നിൽ ഹാജരാകണമെന്ന് കോടതി. കുരുക്ക് മുറുക്കി EDയും കൂടുതൽ പേരെ ചോദ്യം ചെയ്യും. ദീപകിന്റെ ആത്മഹത്യയിൽ ഷിംജിതയ്ക്ക് ജാമ്യം നൽകിയത് കോഴിക്കോട് സെഷൻസ് കോടതി. പാലക്കാട് പുതിയ പാർട്ടി രൂപീകരിക്കാൻ CPM വിമതർ. ഡെമോക്രാറ്റിക് മാർക്സിസ്റ്റ് മുന്നണിക്ക് നീക്കവുമായി കൊഴിഞ്ഞാമ്പാറ മണ്ണാർക്കാട് ഒറ്റപ്പാലം മേഖലയിലെ വിമതർ. പാർട്ടിയിൽ PK ശശിയെയും ഉൾപ്പെടുത്താൻ ശ്രമം. വിമത കൂട്ടായ്മയെ പാർട്ടി നേരിടുമെന്ന് MV ഗോവിന്ദൻ. വലിയ നേതാക്കൾ പാർട്ടി വിട്ടുപോയിട്ടും CPMന് ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന് ജില്ലാ സെക്രട്ടറി. ഇന്ന് അർദ്ധരാത്രി മുതൽ 24 മണിക്കൂർ ദേശീയ പണിമുടക്ക്. കേരളം സ്തംഭിക്കുമെന്ന് സംഘടനകൾ. അവശ്യ സർവീസുകൾ ഒഴിവാക്കും. സൈലൻസറിലൂടെ തീപാറിക്കുന്ന കാറിന്റെ രജിസ്ട്രേഷൻ 2 വർഷത്തേക്ക് റദ്ദ് ചെയ്യും. വാഹനം മോഡിഫിക്കേഷൻ നടത്തിയത് വരുമാനം നേടാനായി. സോഷ്യൽ മീഡിയയിൽ വൈറലായ വാഹനം കണ്ടെത്തിയത് മുഖത്തലയിലെ വർക്ക്ഷോപ്പിൽ നിന്ന്. സ്വർണ്ണക്കൊള്ളയിൽ N വാസുവിനും ജാമ്യം. വിജിലൻസ് കോടതി സ്വാഭാവിക ജാമ്യം നൽകിയത് കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ. പങ്കജ് ഭണ്ഡാരിയുടെയും ഗോവർദ്ധന്റെയും KS ബൈജുവിന്റെയും റിമാൻഡ് നീട്ടി. കേസിൽ ആർക്കും മുൻകൂർ ജാമ്യം നൽകില്ലെന്ന് സുപ്രീം കോടതി. ഇറാനെതിരെ വീണ്ടും കടുപ്പിച്ച് ട്രംപ്. ആണവ പദ്ധതികളിൽ ഇറാൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ വിഡ്ഢിത്തമാകുമെന്ന് മുന്നറിയിപ്പ്. ബെഞ്ചമിൻ നെതന്യാഹു ഇന്ന് ഡൊണാൾഡ് ട്രംപിനെ കാണും. പ്രൊമോഷൻ വിവാദത്തിൽ കടുപ്പിച്ച് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ. പ്രൊമോഷൻ ചെയ്യാത്തവരുമായി സഹകരിക്കില്ലെന്ന് താരസംഘടനയ്ക്ക് കത്ത്. ബിജു മേനോൻ, നിർമ്മാതാവ് അനൂപ് കണ്ണന് 15 ലക്ഷം രൂപ നൽകണമെന്നും ആവശ്യം.